بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ആരംഭിച്ചതോടുകൂടെ അക്രമങ്ങളും ആരംഭിക്കുകയായി. അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞത്. ഖുറൈശി നേതാക്കൾ ഒരുമിച്ചുകൂടി അബൂ ത്വാലിബിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അബൂജഹൽ ആ കൂട്ടത്തിലുണ്ട്, വലീദ് ബിൻ മുഗീറ ആ കൂട്ടത്തിലുണ്ട്, ആസ് ബിൻ വാഇൽ ആ കൂട്ടത്തിലുണ്ട്, അബൂ സുഫിയാൻ, ഋതുബ, ഷെയ്ബ, ഇവരെല്ലാവരും അബൂ ത്വാലിബിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, യാ അബാ ത്വാലിബ് ഇന്ന ഇബ്ന അഖീ ഖദ് സബ്ബ ആലിഹതനാ. അബൂ ത്വാലിബേ, താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറയുന്നുണ്ട്. എന്താണ് ആ ചീത്ത? ആ ഇലാഹുകളെ ആരാധിക്കരുത്, ആ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, കേൾക്കാൻ കാണാൻ കഴിയില്ല, ഉപകാരങ്ങൾ ലഭിക്കില്ല, നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കൂ. അതാണ് റസൂലുള്ളാഹി പറയുന്നത്. അബൂ താലിബ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കാതെ തന്നെയാണ് അബൂ താലിബിന്റെ മരണവും. അബൂ താലിബ് ഫഖാല ലഹും ഖൗലൻ റഫീഖ വറദ്ദഹും റദ്ദൻ ജമീല ഫൻസറഫു അൻഹു. അവരോട് വളരെ സൗമ്യമായി അബൂ ത്വാലിബ് സംസാരിച്ചു. ഏറ്റവും നല്ല നിലയിൽ അവരെ തിരിച്ചയച്ചു, പറഞ്ഞയച്ചു. അങ്ങനെ അവർ തിരിച്ചുപോയി. ഈ വന്ന ചില ആളുകളുടെ മനസ്സിൽ പോലും ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതാണ് ഖുർആനിന്റെ അത്ഭുതം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അറബി സാഹിത്യം അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. ഇന്നും ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ കവിതകൾ കേരളത്തിലുള്ള അറബിക് കോളേജുകളിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? അറബി ഭാഷ അതിന്റെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്ന, അറബിക് കവിതകൾ ഏറ്റവും മികച്ചു നിന്നിരുന്നൊരു കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. ആ കവിത അറിയുന്ന, അറബി സാഹിത്യം അറിയുന്ന അവരുടെ മുന്നിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. ആ ഖുർആനിന്റെ സാഹിത്യത്തിന് മുന്നിൽ അവരത്ഭുതപ്പെട്ടു. അവർക്കറിയാം ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല, ഒരു മനുഷ്യന് സാധ്യവുമല്ല. വലീദ് ബിൻ മുഗീറ ഖുർആൻ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഖുർആൻ കേട്ട ആ മനുഷ്യന്റെ ഹൃദയം വിറകൊണ്ടു. പക്ഷെ ദുരഭിമാനം മാത്രവുമല്ല, അബൂജഹലിന്റെ പിന്തിരിപ്പിക്കൽ. ഒടുവിൽ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് വലീദ് പറഞ്ഞു, ഹാദാ സിഹ്റുൻ യുഅ്സർ. ഇതൊരു സിഹ്റാണ്, മാരണമാണ്. വലീദിനറിയാം, ഉറപ്പാണ് ഇത് മനുഷ്യന്റെ വാക്കല്ല, ഒരു മനുഷ്യന്റെ കവിത ഇങ്ങനെയല്ല, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല ഈ ഖുർആനിന്റെ സൗന്ദര്യം. പക്ഷേ ചങ്ങാതി ചതിച്ചു, സമ്പത്ത് ചതിച്ചു, സന്താനങ്ങൾ ചതിച്ചു, മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇത് സിഹറാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് ശക്തമാക്കി. ഹജ്ജിന്റെ കാലം വന്നെത്തി. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനു വേണ്ടി കഅബയുടെ അരികിലേക്ക് വരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വരുന്നവരോട് സംസാരിക്കുമെന്നവർക്കറിയാം. എങ്ങനെയാണ് ഒരു പ്രതിരോധം തീർക്കുക? അവർ കൂടിയാലോചിച്ചു. ഒടുവിൽ ഇതേ വലീദ് തന്നെ പറഞ്ഞു, വരുന്നവരോട് നമ്മൾ പറയണം, നമ്മുടെ നാട്ടിൽ ഒരു സാഹിറുണ്ട്, ആ സാഹിറിന്റെ പേരാണ് മുഹമ്മദ് എന്ന് പറയണം. അങ്ങനെ ആളുകളെ പിന്തിരിപ്പിക്കണം. ആ സാഹിറിന്റെ കെണിയിൽ പോയി വീടരുത് എന്ന് ഓരോരുത്തരും നമ്മൾ
വരുന്ന ആളുകളെ ലക്ഷ്യം വെച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കണം. ആളുകൾ ഹജ്ജിനെത്തി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഖാദയിലും മിജന്നയിലും ദിൽമജാസിലുമെല്ലാം പ്രമുഖമായ അങ്ങാടികളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെത്തി. യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പ്രബോധന പ്രവർത്തനങ്ങളുമായി റസൂലുള്ളാഹി തന്റെ നാട്ടിലിറങ്ങുകയാണ്. ഓരോ മനുഷ്യരെയും ചെന്ന് കാണുകയാണ്. ഓരോ ഗ്രാമങ്ങളിലും എത്തുകയാണ്. ഓരോ വീട്ടിലും ചെന്ന് ഓരോ മനുഷ്യരെയും കണ്ട് ഓരോ ഹൃദയങ്ങളോടും സംവദിക്കുകയാണ്. കൂടെ പിറകിൽ അബൂലഹബുണ്ട്. തൗഹീദ് ശക്തി പ്രാപിക്കുമ്പോൾ ഷിർക്കിന്റെ ആളുകളും സടകുടഞ്ഞ് എഴുന്നേൽക്കും തൗഹീദിനെ പ്രതിരോധിക്കാൻ. ഖൽഫഹു, റസൂലുള്ളാഹിയുടെ പിറകിൽ അബൂലഹബുണ്ട്. യഖൂൽ, അയാൾ പറയുന്നു, ലാ തുതീഉ വലാ തസ്മഉ മിൻഹു ഫഇന്നഹു സാബിഉൻ കദ്ദാബുൻ. ഇത് മതം വിട്ടുപോയ മനുഷ്യനാണ്, കദ്ദാബാണ്, പെരുങ്കള്ളനാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്രമാത്രം ശക്തമായ പരീക്ഷണമായിരിക്കും അത്? റസൂലുള്ളാഹിയുടെ പിറകെ നടന്നുകൊണ്ട് കദ്ദാബ്, കള്ളൻ എന്നാണ് വിളിക്കുന്നത്. അൽ അമീൻ എന്ന് വിളിച്ച നാട്ടുകാർ, സ്നേഹിച്ച നാട്ടുകാർ, ഏറ്റവും അധികം അവർക്ക് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൗഹീദ് പറഞ്ഞപ്പോ വിളിച്ച പേരുകൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കദ്ദാബ്, കള്ളൻ, സാഹിർ, മാരണക്കാരൻ, മജ്നൂൻ, ഭ്രാന്തു ബാധിച്ചവൻ, അബ്തർ, വേരറ്റുപോയവൻ. നമ്മൾ ഒരാൾ കള്ള എന്ന് വിളിച്ചാൽ നമ്മുടെ വികാരം എന്തായിരിക്കും? നമ്മുടെ മുഖത്തു നോക്കിയിട്ട് കള്ളനാണെന്ന് പറഞ്ഞാൽ, അവള് കള്ളിയാണ്, അവൻ കള്ളനാണ് എന്ന് നമ്മളെ പറഞ്ഞാൽ നമ്മുടെ വികാരം എന്താ? നമുക്ക് ഭ്രാന്താണെന്ന് നാലാള് കേൾക്കെ ഒരാൾ പറഞ്ഞാൽ, ഭ്രാന്ത എന്ന് വിളിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണ്? സാഹിർ എന്ന് വിളിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പിറകെ നടന്നുകൊണ്ട് ആ ജനത വിളിച്ചു, കദ്ദാബാണ്, മജ്നൂനാണ്, സാഹിറാണ്. ഒരു ദിവസമാണോ? ഏതാനും മാസങ്ങളാണോ? പിറകെ നടന്നുകൊണ്ട് വർഷങ്ങളോളം അവർ പരിഹസിച്ചു. നിർത്തിയോ പ്രബോധനം? ചില ആളുകൾക്ക് പ്രബോധന രംഗത്ത് ഒരു ചെറിയൊരു പ്രയാസം വന്നാൽ എല്ലാം നിർത്തിപ്പോകുന്നവരുണ്ട്, ഇട്ടെറിഞ്ഞു പോകുന്നവരുണ്ട്. നമ്മൾ ആരും പരിഹസിക്കാൻ പാടില്ല, ആരും ആക്ഷേപിക്കാൻ പാടില്ല. എല്ലാവരും നമുക്ക് സപ്പോർട്ട് നൽകി, എല്ലാവരും നമ്മളെ സ്വീകരിച്ച് അങ്ങനെ നമുക്ക് ദീനി രംഗത്ത് പ്രവർത്തിക്കണം എന്നാണ് ചിന്ത. തീച്ചൂളയിലൂടെയുള്ള യാത്രയാണ് പ്രബോധനം. കനൽപദങ്ങളാണ് പ്രബോധകന്റെ മുന്നിലുണ്ടാവുക. ആക്ഷേപങ്ങളാണ്, പരിഹാസങ്ങളാണ് ആരും സ്വീകരിക്കാനുണ്ടായിക്കൊള്ളണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിഹാസങ്ങളെ, ആക്ഷേപങ്ങളെ വകവെക്കാതെ പ്രബോധന പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയി. ഹജ്ജിന് വന്നവർക്ക് സന്ദേശം കൈമാറി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബികളെയും മുശ്രിക്കീങ്ങൾ ആക്രമിക്കാൻ ആരംഭിച്ചു. ആ അക്രമികളിൽ പ്രധാനികളാണ് ഒന്ന് അബൂലഹബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാണ്, ഉപ്പയുടെ സഹോദരനാണ്. ബദറിന് ശേഷം ആ മനുഷ്യൻ കാഫിറായി അബൂലഹബ് മരണപ്പെട്ടു. മറ്റൊരാളാണ് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, റസൂലുള്ളാഹിയുടെ അമ്മിന്റെ മകനാണ്. മക്ക വിജയത്തിന് മുമ്പ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. തുടക്കത്തിലെ വിമർശകരെ, തുടക്കത്തിൽ ഏറ്റവും അധികം പ്രയാസങ്ങൾ നൽകിയ ആളുകളെയാണ് നമ്മൾ പറയുന്നത്. മറ്റൊന്ന് ഉത്ബത്ത് ബിൻ റബീഅ, ബദറിൽ കാഫിറായി മരണപ്പെട്ടു. ഷൈബത്ത് ബിൻ റബീഅ ബദറിൽ കൊല്ലപ്പെട്ടു. ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത് ബദറിൽ ബന്ദിയായി പിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ വധിക്കാൻ കൽപ്പിച്ചു. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് പിന്നീട്
ഇസ്ലാം സ്വീകരിച്ചു, സഹാബിയായി മാറി. അൽ ഹക്കം ഇബ്നു അബിൽ ആസ്, മക്ക വിജയ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അൻ-നദ്ർ ഇബ്നുൽ ഹാരിസ് ബദറിൽ ബന്ദിയായി പിടിച്ചു, അദ്ദേഹത്തെ വധിച്ചു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബൂ ജഹൽ ബദറിൽ കൊല്ലപ്പെട്ടു. ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യൻ അബൂ ജഹൽ ബദറിൽ കൊല്ലപ്പെട്ടു. വലീദ് ബിൻ മുഗീറ ബദറിന് മുമ്പ് മരിച്ചു. ആസ് ബിൻ വാഇൽ ബദറിന് മുമ്പ് മരണപ്പെട്ടു. ഉമയ്യത്ത് ബിൻ ഖലഫ് ബദറിൽ, ഉമയ്യ ബിലാലിന്റെ യജമാനനാണ്. ബിലാൽ റളിയല്ലാഹു തആലയുടെ കൈകൾ കൊണ്ട് ഉമയ്യ വധിക്കപ്പെട്ടു. ഉബയ്യ് ബിൻ ഖലഫ് ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി ഇയാളാണ്, ഉബൈ. പലപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, റസൂലുള്ളാഹി ചെയ്ത യുദ്ധങ്ങളെ ശക്തമായി വിമർശിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ കാരണങ്ങളും മറ്റു വിഷയങ്ങളും എല്ലാം ഇൻഷാ അല്ലാഹ് ഈ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ കൊണ്ട് ഉബയ്യ് ഇബ്നു ഖലഫ് എന്നൊരു വ്യക്തി മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത്. വേറെയും ശത്രുക്കൾ ഉണ്ടായിരുന്നു. ചെറിയ രൂപത്തിൽ, വലിയ രൂപത്തിൽ, പരിഹാസങ്ങൾ കൊണ്ട്, അക്രമങ്ങൾ കൊണ്ട്, അങ്ങനെയെല്ലാം ഇസ്ലാമിനെ ഉപദ്രവിച്ച ഒരുപാട് ആളുകളെ തുടക്കത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ആ വിമർശകരിൽ, ആ അക്രമകളിൽ പലരുടെയും ഹൃദയങ്ങളിലേക്ക് ഇസ്ലാം എത്തിയപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. അവരു മാറി, അവരുടെ ഹൃദയങ്ങൾ അവർ കഴുകി ശുദ്ധമാക്കി. ഇസ്ലാം ജാഹിലിയത്തിനെ, ഹൃദയത്തിലെ കറുപ്പിനെ കഴുകിക്കളയുന്ന ആദർശമാണ്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ അവന്റെ ഇന്നലകളിലെ തിന്മകൾ ഇല്ലാതായിത്തീരും. അങ്ങനെ ഹൃദയം കഴുകി ഇസ്ലാമിന്റെ കാവൽക്കാരായി മാറിയ സഹാബികളെ നമുക്ക് കാണാൻ സാധിക്കും. വിമർശകരായി വന്നവർ ഇസ്ലാമിനെ അറിഞ്ഞപ്പോൾ, ഇസ്ലാമിനെ പഠിച്ചപ്പോൾ ഇസ്ലാമിന്റെ സുന്ദര തീരങ്ങളിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം എന്നുള്ളത് ഇസ്ലാം എത്തിക്കുക എന്നതാണ്. അത് കേട്ടുകഴിഞ്ഞാൽ എത്ര മാറാത്ത മനസ്സോ, മാറില്ല എന്ന് നമ്മൾ കരുതിയ ഹൃദയങ്ങളും, അതിൽ മാറ്റങ്ങളുണ്ടാകും, നന്മയുടെ വസന്തങ്ങളുണ്ടാകും. അതിന് നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.